സേവനങ്ങളും ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ സംസാരിക്കുന്ന സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് ജനകീയ ആപ്ലിക്കേഷൻ ആണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇത് ജനകീയ ആപ്ലിക്കേഷൻ എന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോ ഓരോ ആപ്ലിക്കേഷനിലും എക്സാമ്പിൾ നമുക്ക് ആമസോൺ എടുക്കാം. ആമസോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വളരെ സുപരിചിതമാണ്. അറിയാത്ത ചെറിയ കൊച്ചു കുട്ടികൾക്ക് വരെ ഇന്ന് സുപരിചിതമാണ്. അവരുടെ ഏതാനും പുസ്തകങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് രൂപം കൊടുത്തതെങ്കിൽ ഇന്ന് അവരുടെ ടേൺ ഓവർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ആരാണോ ക്രിയേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നത് ഇതിന്റെ വരുമാനം മുഴുവൻ പോകുന്നത് അവരിലേക്ക് മാത്രമാണ്. പക്ഷേ സ്മാർട്ടി ഷോപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൽ കൂടി അല്ലെങ്കിൽ സ്മാർട്ടി ഷോപ്പി ആപ്ലിക്കേഷനിൽ കൂടി നമ്മൾക്ക് വരുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഷോപ്പുകളും അതുപോലെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർവീസും നമ്മൾ ഇതിന്റെ അകത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രോഫിറ്റിന്റെ ഭീമമായ ഒരു ഭാഗം, ശരിക്കും 70% എന്ന് പറയാം, ഭീമമായ ഭാഗം പ്രോഫിറ്റ് പോകുന്നത് ഇത് ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്കാണ്. നിങ്ങളും ഞാനും അടങ്ങുന്ന കമ്മ്യൂണിറ്റിയിലേക്കാണ് ഇതിന്റെ വരുമാനം പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനകീയമായ ഒരു ആപ്ലിക്കേഷനായിട്ട് ചെറിയ സമയം കൊണ്ട് ജനങ്ങൾ ഇത് നെഞ്ചിലേറ്റി കഴിഞ്ഞു. ഏതാണ്ട് 4,1056, 4,1356, ഞാൻ കുറച്ച് നേരത്തെ നോക്കുന്ന സമയത്ത് 4,1356 കസ്റ്റമേഴ്സ് നമ്മുടെ സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും ഇത് 100ഉം 150ഉം 200ഉം അപ്ഡേറ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ജനകീയമാവുന്ന സമയത്ത് തന്നെ എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് കൂടി ഞാൻ പറഞ്ഞു പോകാം. എന്താണ് പർപ്പസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇന്നിപ്പോ സർവ്വതിനും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ അത് ഒരു കണക്കിന് ഒരു പോസിറ്റീവാണ്. കാരണം നമുക്ക് വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുന്നു, വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാമെങ്കിലും അതിന്റെ ഒരു മറുവശമുണ്ട്. അതിന്റെ മറുവശം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറത്തെ സാധാരണ കച്ചവടക്കാര്. ഈ സാധാരണ കച്ചവടക്കാര് ഇപ്പൊ ചെറിയ എമൗണ്ടിൽ തുടങ്ങിയ കച്ചവടക്കാരുണ്ട്, ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടും മറ്റും തുടങ്ങിയ കച്ചവടക്കാരുണ്ട്. ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഉറ്റവരോ ഉടയവരോ ഒക്കെ ആയിരിക്കാം. അവരെ സംബന്ധിച്ച് വലിയ ഒരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പലപ്പോഴും ഈ പറയുന്ന ഓൺലൈനിൽ വരുന്ന ഡെലിവറി എടുത്ത് കൊടുക്കാനുള്ള ഡെലിവറി പോയിന്റ് ആയിട്ട് വരെ മാറിപ്പോയ പല കച്ചവടക്കാരെയും നമുക്ക് നേരിട്ടറിയാം. അത് വലിയൊരു വിപത്താണ്. ആ വിപത്ത് ഒരിക്കലും നമുക്ക് തുടർന്ന് പോകാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ തുടർന്ന് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൻ പുറത്തെ സാധാരണ കച്ചവടക്കാര് ഇവിടുന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം വന്നു പോകും. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൻ പുറത്തെ കച്ചവടക്കാരെയും ആ പ്രദേശത്തുള്ള കച്ചവടത്തെ അവിടെ തന്നെ കണക്ട് ചെയ്ത് അവിടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ചാനൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ഈ ചാനൽ പാർട്ട്ണർഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാത് പ്രദേശങ്ങളിലുള്ള കച്ചവടക്കാരെയും സേവനങ്ങളെയും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ ഇതിന്റെ ഓപ്പറേഷൻ നടത്തുന്നത് കൊണ്ട് സാധാരണ ഇ കൊമേഴ്സിൽ ഉണ്ടാവുന്ന കാലതാമസം, ഡെലിവറിയുടെ ആ ഇഷ്യൂസ്, അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളിൽ നമ്മുടെ സ്ഥലത്തേക്ക് പ്രൊഡക്ട്സ് വരുന്ന അങ്ങനെ ഒരുപാട് ഇഷ്യൂസിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരുപാട് അപ്ഡേഷൻസോട് കൂടി നമുക്കറിയാം ഇന്നിപ്പോ AI എന്ന് പറഞ്ഞ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നമ്മുടെ ഓരോ സംവിധാനങ്ങളും ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഏതൊരു കച്ചവടത്തെയും സ്ഥാപനത്തെയും നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ആബാല വൃദ്ധജനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആപ്ലിക്കേഷനായിട്ട് എന്ത് മാറി? നമ്മുടെ സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മാറി. ഇത് നമ്മൾ പറയാണ് നമ്മുടെ കച്ചവടം, ഉദാഹരണത്തിന് നമ്മൾ ഡെയിലി യൂട്ടിലിറ്റീസ് ഇപ്പൊ ഒരു 2-3 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ പോലും ഒരു 5000 രൂപയിൽ കുറയാത്ത സാധനങ്ങൾ ഓരോ മാസം നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു 5000 രൂപ ഒരു മാസ ചെലവ്, ഈ മാസ ചെലവുകൾ നമുക്ക് കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് കഴിഞ്ഞ മാസം 5000 രൂപ, ഈ മാസം കുഴപ്പമില്ല, എനിക്ക് 4000 രൂപ കൊണ്ട് ചെലവ് ഒപ്പിക്കാം എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്നെ സംബന്ധിച്ച് അത് സാധിക്കുന്നില്ല. കാരണം ഓരോ മാസം കൂടുന്ന സമയത്തും ചെലവുകൾ വർദ്ധിക്കുന്നല്ലാതെ ഒരിക്കലും ചെലവുകൾ കുറയുന്നില്ല. ചെലവുകൾ കുറക്കാൻ നമുക്ക് മാർഗവും ഇല്ലതാനും. അപ്പൊ ചെലവുകൾ കുറക്കാൻ മാർഗമില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്താണ്? വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. പക്ഷെ നിലവിലുള്ള ജോലിയും നിലവിലുള്ള സംവിധാനവും വെച്ച് നമുക്ക് മാർഗം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, യു ക്യാൻ പ്രൊസീഡ് ഇറ്റ്.
പക്ഷേ അങ്ങനെ ഇല്ലാത്തവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അതായത് ലയബിലിറ്റി ലൈഫൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ചും ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് വളരെ വയബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ കോടികൾ സമ്പാദ്യമായിട്ട് കയ്യിലുള്ള ആളുകൾക്കും ലോകത്തിൽ മറ്റേത് തരം ജോലി ചെയ്യുന്ന ആളുകൾക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ഈ ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. കാരണം നിങ്ങൾ വ്യത്യസ്തമായ ജോലികൾ ചെയ്തു കഴിഞ്ഞാലും വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ഈവൻ എന്താ പറയുക, ഇപ്പൊ മിനിസ്ട്രി തലത്തിലും പൊളിറ്റിക്കൽ തലത്തിലും IAS IPS ഉദ്യോഗസ്ഥന്മാരെ എല്ലാവർക്കും എന്ത് വേണം? ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണം, അല്ലെ? വസ്ത്രത്തിന് വസ്ത്രം തന്നെ വേണം. ഇപ്പൊ കുളിക്കാനാണെങ്കിൽ സോപ്പായാലും ഷാമ്പു ആയാലും പേസ്റ്റ് ആയാലും ഇതെല്ലാം എവ്രിബഡി ഈസ് യൂസിങ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ കൊച്ചുകുട്ടി പോലും രാവിലെ ഉണർന്ന് രാത്രി ബെഡിലേക്ക് പോകുന്നവരെ 100 കണക്കിന് പ്രോഡക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഈ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്ട്സുകൾ എല്ലാം തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്നു. അത് അപ്പുറത്തുള്ളവർ പിന്നെ ഹോൾസെയിലറിന് വരുന്നു. അതിന്റെ മേലെ സ്റ്റോക്കിസ്റ്റ് ഉണ്ട്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, C&F ഏജന്റ്, അങ്ങനെ പല തട്ടുകളിലായിട്ട് മാറി മറിഞ്ഞ് വരികയാണ്. ഇതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ലാഭം പല തട്ടുകളിലായിട്ട് വീതിച്ചു പോവുകയാണ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും കൺസ്യൂമറായി ഈ കച്ചവടക്കാരെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ നിലനിർത്തിയ കൺസ്യൂമർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ എത്രയോ സിനിമകൾ നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? വരുമാനം കിട്ടിയോ? ഇല്ല. ഹോട്ടലുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഡോക്ടേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന എന്തിനേയും ഏതിനേയും നല്ലത് എന്ന് തോന്നിയതിനെ എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിൽ ഇവിടെ സ്മാർട്ട് ഈ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ കൂടി നിങ്ങൾ തുറന്നാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഈ സ്മാർട്ട് ഈ ഷോപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ കച്ചവടക്കാരെ തന്നെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതാത് പ്രദേശത്തെ കച്ചവടം അതാത് പ്രദേശത്ത് കൊടുക്കുമ്പോൾ അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ആ കമ്മ്യൂണിറ്റിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഒരു കൊടക്കീഴിൽ വെച്ചുകൊണ്ട് നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വലിയൊരു പോസിറ്റീവ് സൈഡ് നമ്മളെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷന്റെ ഒരു പ്രത്യേകത കൂടി ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്ന ഒരു കട, ആ സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്ന കടയിൽ നിന്ന് അപ്പുറത്തെ കടയിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ സ്മാർട്ട് ഈ ഷോപ്പിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ അങ്ങോട്ട് മാറണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമറെ സംബന്ധിച്ച് പറയില്ല, എനിക്ക് അവിടെ ഞാൻ ഹാപ്പിയാണ്, അപ്പോ സാറ്റിസ്ഫൈ ആണ്, പിന്നെ എന്തിനാണ് ഞാൻ മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ആൻസർ, നിങ്ങൾ അവിടെ ഹാപ്പിയാണ്, ശരിയാണ്. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് ഒരു 10 രൂപ വരുമാനമായിട്ട്, അതായത് നിങ്ങളുടെ ചെലവിൽ നിന്ന് വരുമാനമായിട്ട് ഒരു 10 രൂപയെങ്കിലും തിരിച്ചു ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന ഒരാൾക്കും പറയാൻ സാധിക്കില്ല, ഞാൻ സാധനം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് മാസാമാസം എനിക്ക് വരുമാനം വരുന്നുണ്ട് എന്നൊരാൾക്കും പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന നമ്മുടെ ഈ സ്മാർട്ട് ഈ ഷോപ്പ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് ഈ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരാളുടെ റെഫറൻസിൽ കൂടി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അവരുടെ റെഡീം വാലറ്റിൽ ഒരു 10,000 രൂപ റെഡീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരോട് പറയാം, നിങ്ങൾ ഈ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഈ റെഡീം വാലറ്റിൽ നിന്ന് കുറച്ചായിട്ട് നിങ്ങൾക്ക് അത് റെഡീം ചെയ്തെടുക്കാം. ഈവൺ നമ്മളുടെ ഇപ്പോൾ ഡെയിലി യൂട്ടിലിറ്റീസ് വാങ്ങിക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടുന്ന് ഒരു 5% വെച്ച് റെഡീം ചെയ്യാം. ആ 5% വെച്ച് റെഡീം ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ 40% നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടും. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോ കടകളിൽ നിന്നും നമ്മൾ ടൈപ്പ് ചെയ്ത എല്ലാ ഷോപ്പിൽ നിന്നും നമുക്ക് ഇത് എന്ത് കിട്ടും, ഇതുപോലെ നമുക്ക് വരുമാനം കിട്ടും. അവിടെയാണ് നമ്മുടെ ക്യാപ്ഷൻ അന്വർത്ഥമാകുന്നത്, അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം. നമ്മൾ പറയുകയാണ് നമ്മുടെ ജീവിത ചെലവുകൾ എത്രമാത്രം വർദ്ധിച്ചാലും നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല. ചെലവുകൾ വർദ്ധിക്കുമ്പോൾ വർദ്ധിച്ച ചെലവിനെ വരുമാനമാക്കി മാറ്റാൻ ലോകത്ത് ആദ്യമായി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് സ്മാർട്ട് ഈ ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് ലോകത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. കാരണം അത്രമാത്രം സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന
ഒരു പദ്ധതിയാണ് സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന പദ്ധതി. ഈ സ്മാർട്ട് ടീ ഷോപ്പിയോടൊപ്പം തന്നെ 3 ആപ്ലിക്കേഷൻ, അതായത് സ്മാർട്ട് ടീ ഷോപ്പിൽ കൂടി വരുന്ന വരുമാനത്തെയൊക്കെ നമുക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മുടെ തന്നെ ഒരു ഓക്സി പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും കൂടി, അതായത് ഒരു പേയ്മെന്റ് ആപ്ലിക്കേഷനും കൂടി നമ്മൾ ലോഞ്ചിങ്ങിന്റെ പ്രോസസ്സിലാണ്. അതിപ്പോ പ്രീ ലോഞ്ചിങ് പീരീഡിലാണ് പോകുന്നത്. നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു 4 ലക്ഷത്തിലേബോ കമ്മ്യൂണിറ്റി നമ്മൾ ചെറിയ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കമ്മ്യൂണിറ്റി ഒരു 10 ലക്ഷത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്മാർട്ട് ടീ ഷോപ്പിന്റെ ഈ ഓക്സി പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് ജിപേ അതുപോലെ തന്നെ പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മുടെ ഓക്സി പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യപ്പെടുന്നതോടുകൂടി ഈ 10 ലക്ഷം കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യപ്പെടുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന വരുമാനം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റിന്റെ 70% ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഇനി നമ്മളാൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആ കമ്മ്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അതിന്റെ ഒരു ഡെപ്തിലേക്ക് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ DD ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ 7x24 365 ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സമയം തികയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഈ ഒരാശയം മാക്സിമം ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള വലിയൊരു ആവേശത്തിമിർപ്പിലാണ് നമ്മൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു 10,000 രൂപ റെഡീം ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും. അപ്പൊ ആളുകൾ ചോദിക്കും, ഈ 10,000 രൂപ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും സാറേ എന്ന് ചോദിക്കും. പിന്നെ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിന്റെ അകത്തുണ്ട്. ഇതിന്റെ അകത്ത് നമ്മളെ സംബന്ധിച്ച് ഒരു ആപ്ലിക്കേഷൻ പ്രൊമോഷനോടൊപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ഏതാണ്ട് 9ഓളം പ്രോജക്റ്റുകൾ നമ്മുടെ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ വരും, ചാനൽ പാർട്ട്നേഴ്സ് വരും, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ സ്മാർട്ട് ഇ ഷോപ്പ് വരും, നമ്മുടെ പ്രൊക്വയർമെന്റ് സിസ്റ്റം വരും, മൈട്രി മൈബ്രിത്ത് എന്നുള്ള പ്രോജക്റ്റ് വരും. അങ്ങനെ ഒട്ടനവധി പ്രോജക്റ്റുകൾ നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ട് 1 by 1 ആയിട്ട് ഇത് ഒന്നിനൊന്ന് കണക്റ്റഡ് ആയിട്ട് ഒരു മാലയിലെ മുത്തുമണികൾ പോലെ പരസ്പരം ഇണചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി പ്രോജക്റ്റുകളാണ് നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നിനൊന്ന് കണക്റ്റഡ് ആണ്. അപ്പൊ ഒന്നിനൊന്ന് കണക്റ്റഡ് ആയിട്ടുള്ള ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിത നിലവാരം ഘട്ടം ഘട്ടമായി ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഈച്ച് ആൻഡ് എവറി തിങ് സർവീസ് ആൻഡ് പ്രോഡക്ട്സ് വി ആർ പ്രൊവൈഡിങ് ഇൻ ദി സിസ്റ്റം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന സെഗ്മെന്റ് വരുന്നുണ്ട്. ആ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന സെഗ്മെന്റിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന റെഡീം വാലറ്റിന്റെ എമൗണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് നമ്മുടെ കമ്പനിക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 1,000 റുപ്പീസിന്റെ പ്രോഡക്റ്റ് എങ്കിലും നമ്മുടെ സ്മാർട്ട് ടീ ഷോപ്പിൽ, അതായത് നമ്മൾ ഈ പറയുന്ന ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ പോലും ഈ 10,000 രൂപ റെഡീം വാലറ്റിൽ നിന്നുള്ള നമുക്ക് 30,000 രൂപയായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. 30,000 രൂപയായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ കൂടി കമ്പനിയിലേക്ക് പേയ്മെന്റ് ആയിട്ട് മുടക്കുന്നത് വെറും 1,000 രൂപ. 1,000 രൂപ മുതൽ അങ്ങോട്ടുള്ളത് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഒരു 1 ലാഖിലേക്ക് നമുക്ക് ഇത് അപ്ലിഫ്റ്റ് ചെയ്യാം. 1 ലാഖിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്നത് മാക്സിമം വന്ന ഒരു 15,000 രൂപയുടെ പർച്ചേസ് കമ്പനിയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ 1 ലാഖ് റുപ്പീസ് നമ്മളുടെ റെഡീം വാലറ്റിലേക്ക് ലഭിക്കും. ഇത് അൺലിമിറ്റഡ് ആയിട്ട് ലഭിക്കും എന്ന് ആരും വിചാരിച്ചേക്കരുത്. ഇത് നമ്മുടെ ഒരു പ്രൊമോഷൻ പീരീഡ് ആണ്. ആ പ്രൊമോഷൻ പീരീഡ് ഏത് ദിവസം സ്റ്റോപ്പ് ചെയ്യുന്നു നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യം, ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇത് വലിയ എന്താ പറയാ, നമ്മുടെ പറയില്ലേ നമ്മള് ഒരു കാനത്തിന് തീ പിടിച്ച പോലെ ഇതിങ്ങനെ പടരുകയാണ്. അങ്ങനെ പടരുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓഫറുകൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കടന്നു വന്ന മുഴുവൻ ആളുകളെ കൊണ്ടും ആ 1 ലക്ഷം രൂപയുടെ റെഡീം വാലറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സാറേ ഞാൻ കൊണ്ട് അവർക്ക് 1 ലക്ഷം കിട്ടിയില്ലല്ലോ എന്നാരും ചോദിക്കരുത്. 1 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് നിങ്ങളെ വിളിച്ചവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, കാരണം 1 ലക്ഷം കിട്ടുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ഒരു 10-15,000 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ 1 ലക്ഷം രൂപ നമുക്ക് അവിടെ 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ഈ റീഡീമിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൂടാതെ നമുക്ക് വാല്യബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുന്നു. ആ പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്
കെമിക്കൽ ബോണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങൾക്കും അത് കഴിക്കുന്ന സമയത്ത് സൈഡ് എഫക്ട് ഉണ്ടാവുന്നു എന്നുള്ള ഫാക്റ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ക്യൂറിംഗ് ആവും, അതുപോലെ തന്നെ നമുക്ക് സൈഡ് എഫക്ട് ഉണ്ടാവും. പക്ഷെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ബോണ്ടിങ് ആണ്. നാച്ചുറൽ ബോണ്ടിങ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, നമുക്ക് അവിടെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും വരുന്നില്ല. യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവോ കെമിക്കൽസോ ഇല്ലാത്ത ഒന്നുണ്ട്. 100% നാച്ചുറൽ ആയിട്ടുള്ള FSMB സർട്ടിഫൈഡ്, അതായത് ഫുഡ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ്, അത്തരം പ്രോഡക്ട്സുകളാണ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ വരുന്നത്. അത് മാത്രമല്ല, ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിന്റെ ഒരു ഓതന്റിസിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പോലും, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലല്ല, ശ്രദ്ധിച്ചു പോകണം. ഇതിൽ ഒരുപാട് MLM ലീഡേഴ്സ് ഉണ്ടാവും. ആ ലീഡേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പോലും നമ്മുടെ പ്രോഡക്ട്സും കീ ബെനിഫിറ്റ്സും ഇൻഗ്രീഡിയൻസും അവിടെ കാണാം എന്നുള്ളതാണ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിന്റെ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലാൻ ലോകത്ത് ആർക്കും പകരം വെക്കാൻ സാധിക്കാത്ത, ആർക്കും കോപ്പി അടിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹൈബ്രിഡ് പ്ലാൻ ഇതിന്റെ അകത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പുഷ് പുൾ പോലെ നമുക്ക് ചെറിയ ഒരു എഫേർട്ട് പക്ഷെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് കിട്ടത്തക്ക രീതിയിലാണ്, അതെല്ലാം തന്നെ ലിവറേജ് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ അതെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് പഠിക്കാനുള്ള ഒരു അവസരമാണ്. നമുക്കറിയാം, ലോകത്ത് ഒരറിവും ചെറുതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ചില അറിവുകൾ നമ്മൾ ഇന്നലെ വരെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് അബദ്ധ ധാരണകൾ നമ്മളെ എല്ലാം തന്നെ പലപ്പോഴും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പുറകോട്ട് വലിച്ചിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ്. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുഭവത്തിൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ ഇന്നലകൾ പഠിച്ചു വെച്ച പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, റിവൈസ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മറക്കേണ്ടതുണ്ട്. പലതും നമ്മൾ പഠിച്ചത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്ന സമയത്ത് അതിനെ നമ്മുടെ ഇതിന്ന് ഉപബോധ മനസ്സിൽ നിന്ന് എടുത്ത് കളയേണ്ടതുണ്ട്. അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ അറിവുകൾ നമുക്ക് റീഫില്ല് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിത വിജയത്തിലേക്ക് കൈവരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ ധരിച്ചു വരിക, നമ്മൾ പലപ്പോഴും പറയും, പശു നമുക്ക് പാല് തരുന്നു, പശു നമുക്ക് പാല് തരുന്നു, പശു നമുക്ക് പാല് തരുന്നു. ഇതാണ് കൊച്ചുനാളിൽ സ്കൂളിൽ നിന്ന് വരെ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു പശു നമുക്ക് പാല് തന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പശു നിങ്ങൾക്ക് പാല് തന്നെ കറന്നൊരു പാല് തന്നതായിട്ട് പരിചയമുണ്ടോ? ഇല്ല. പശുവിന്റെ പാല് നിർബന്ധത്തിൽ നമ്മൾ കറന്നെടുക്കുകയാണ് ചെയ്യുന്നത്, തരുന്നതല്ല. അത് ഞാൻ പറഞ്ഞ പല അറിവുകളും നമ്മൾ തിരുത്തേണ്ടതായിട്ടുള്ള പല അറിവുകളുണ്ട്. ലോകം അതിവേഗം മാറുകയാണ്. ആ മാറുന്ന ലോകത്തിനൊപ്പം മാറണമെങ്കിൽ, ചിരിക്കട്ട ഞാൻ കാര്യം പറഞ്ഞത്, ആ മാറുന്ന കാലഘട്ടത്തിനൊപ്പം മാറണമെങ്കിൽ തീർച്ചയായും ഇത്തരം പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നമ്മൾ നേടുക എന്നുള്ളത് വളരെ വളരെ അനിവാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പോ ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ലോകം ഒരുപാട് കണ്ട ആളുകളായിരിക്കും. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളും കഴിഞ്ഞ് ഒരുപാട് പോസിറ്റീവും ഒരുപാട് നെഗറ്റീവും ജീവിതത്തിന്റെ പല തിക്താനുഭവങ്ങളും നല്ല വശങ്ങളും എല്ലാം അനുഭവിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. എസ്പെഷ്യലി മൈസെൽഫ്, ഞാനും അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ്. കാരണം നിങ്ങൾ കാണുന്ന പ്രായമൊന്നും നോക്കണ്ട, ഈ കാണുന്ന ഗ്ലാമർ ഒന്നും അല്ല. ഗ്ലാമർ ഇതിലും കൂടുതലുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന വയസ്സൊന്നും എനിക്ക് ആയിട്ടില്ല കേട്ടോ. DD ചിരിക്കാണ്. ചിരിക്കണ്ട, DDക്ക് അറിയാം. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന അത്രയധികം അനുഭവ സമ്പത്തുള്ള നമ്മൾ പുതിയതായി ഒരു കാര്യം പഠിക്കണം അല്ലെങ്കിൽ അറിയണം എന്ന് പറയുന്ന സമയത്ത് പല ആളുകളും വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. പക്ഷേ അങ്ങനെ മാറി നിന്ന ആളുകള് ഒരു കാലത്ത് നോക്കിയ ഫോൺ വലിയ സംഭവമായിരുന്നു. കാരണം അല്ലെ, ആരുടെ കയ്യിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? നോക്കിയ ഫോൺ വേണം. ഇന്ന് നോക്കിയാൽ പോലും, മഷിയിട്ട് നോക്കിയാൽ പോലും നോക്കിയ ഫോൺ എവിടെയും കാണുന്നില്ലല്ലോ. കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ട് മാറിപ്പോയതാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യവസായ മേഖലയിൽ, വാണിജ്യ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ എല്ലാം തന്നെ കാതലായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ അനുദിനം. ആ അനുദിനം എന്നല്ല, അനുനിമിഷം എന്ന് പറയും. ആ അനുനിമിഷം വരുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നവനെ സംബന്ധിച്ച് ജീവിതത്തിൽ നിലനിന്ന് പോവാനും അതുപോലെ തന്നെ അവൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ ഇന്നലകളിൽ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നലകളിൽ നിന്ന് ഇല്ലാത്തതായ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ജെന്യൂൻ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏതൊരു ആളിന്റെയും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അറിവ് എന്ന് പറയുന്നത് ഒന്നും ചെറുതല്ല.
പലപ്പോഴും നമ്മൾ ധരിച്ചു വരിക്കുന്ന പല അബദ്ധധാരണകളെയും കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഒരു സ്പാർക്കിൽ കൂടി നമുക്ക് തിരുത്താൻ വേണ്ടി സാധിക്കും. ആ സ്പാർക്കിൽ കൂടി തിരുത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള, നമ്മുടെ അബൻഡൻസിലേക്കുള്ള ഒരു കീ ഹോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ആയിരിക്കും, അത് ഒരു സുവർണ്ണ കവാടമായിട്ടും അത് മാറാം. നിങ്ങൾ ഇവിടെ വന്നിരുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിളിച്ച് വരുത്തി ഇവിടെ വന്നിരുന്നു, നിങ്ങൾ ഇവിടെ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ വേസ്റ്റ് എന്ന് തോന്നാം. പക്ഷേ മറ്റു ചിലർക്ക് തോന്നാം എന്ന് മാത്രമല്ല, മറ്റ് പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ ഒരു സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു സത്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഇത് തമാശയും കളിക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. നമ്മൾ അത്രയും ഇതിനെക്കുറിച്ചിട്ട് വെൽ സ്റ്റഡീഡ് ആണ്. വി ആർ വെൽ ബോതേഡ് വാട്ട് വി ആർ സേയിങ് ആൻഡ് വാട്ട് വി ആർ ഡൂയിങ്. ഇതെല്ലാം തന്നെ ഇനി വരുന്ന ഒരു സമൂഹത്തിലേക്ക് വലിയ രീതിയിലുള്ള അബൻഡൻസ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പര്യാപ്തമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റുകൾ മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏത് ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ പ്രോജക്റ്റുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ DD നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കോട്ട് ചെയ്യാണ്. കോടികൾ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു കച്ചവടക്കാരന്റെ മുമ്പിൽ പോയി നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ആരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്, ആരാണ് ഇതിന്റെ പിറകിൽ, ഹൂസ് ബ്രെയിൻ ഈസ് ബിഹൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചിട്ട് സല്യൂട്ട് ചെയ്യുന്ന ഒരവസ്ഥ കഴിഞ്ഞ 2 മാസമായി ഞങ്ങൾ അതിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ, അതായത് അതിന്റെ മനോഹാരിത നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ജൂലൈ 25-ാം തീയതിയാണ് നമ്മുടെ ആദ്യത്തെ സ്മാർട്ടി ഷോപ്പ് ടൈപ്പ് ചെയ്ത് അതിന്റെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമായിട്ട് നമ്മൾ അറ്റ്നോ ഹൈപ്പർ മാർക്കറ്റ് മലപ്പുറം മഞ്ചേരി. അതിനുശേഷം നമ്മളിപ്പോ വന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ചാനൽ പാർട്ട്ണർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏതാണ്ട് 600-ലധികം ഷോപ്പുകൾ, ഡിഫറെന്റ് ഏകദേശം 50-60 കാറ്റഗറിയിലായിട്ട് 600-ലധികം ഷോപ്പുകൾ നമ്മൾ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഓരോ ദിവസവും 10ഉം 25ഉം ഷോപ്പുകൾ പല കാറ്റഗറിയിലായിട്ട് ഓരോ ദിവസവും കയറി വരികയാണ്. ഇത് ഇനി വലിയ രീതിയിലേക്കുള്ള അപ്ഡേഷനിൽ വരും. ഇനിയിപ്പോ 100 കണക്കിന് കമ്പനികൾ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് പല പ്രോജക്റ്റുകളും ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ്, സാർ ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇതിലത്തേക്ക് ഒന്ന് ക്ലബ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലുള്ള വലിയ കോർപ്പറേറ്റ് ഏജൻസികളൊക്കെ നമ്മളിലേക്ക് കയറി വരികയാണ്. അങ്ങനെ കയറി വരുന്ന സമയത്ത് ഡിയർ ഫ്രണ്ട്സ്, ഇത് ലോകത്തിന് മാതൃകയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. ഐ ആം ഡാം ഷുവർ, ബിക്കോസ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അത്രമാത്രം പവർഫുൾ ആയിട്ട് ബിലീവ് ചെയ്യുന്നു. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എനിക്ക് അത്രമാത്രം വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആരെന്ത് പറഞ്ഞാലും ഇതെന്താണെന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി ഇത്രയും ആത്മാർത്ഥമായി, ഇത്രയും ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നത്. പലപ്പോഴും ഇവിടെ പലരും ശ്രദ്ധിക്കുക, എൻ്റെ രാത്രി പോസ്റ്റൊക്കെ 2 മണിക്കൊക്കെ ആയിരിക്കും എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടാവുന്നത്. രാവിലെ 5 മണിക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. രാവിലെ മോർണിംഗ് പ്രോഗ്രാം നമ്മൾ 5:30ക്ക് നമ്മൾ പ്രോഗ്രാം തുടങ്ങും. ആ 5:30ക്ക് പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് 99% അറ്റൻഡൻസും എനിക്ക് ഉണ്ടാവാറുണ്ട്. ശരിയല്ലേ DD? എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് രാത്രി എന്നില്ല പകലെന്നില്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള എന്തില്ല, ഒരു ഫ്രസ്ട്രേഷൻ ഇല്ല, ഒരു തരത്തിലുള്ള ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ എന്റെ ഏജിലുള്ള ആളുകളൊക്കെ രാവിലെ ഈ പറഞ്ഞ ഒരു 8 മണി വരെയൊക്കെ മൂടി പൊതിച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോ ചിരി വരും. ആളുകൾ പല സാറിന് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു എന്റെ പണി ഇത് തന്നെയാണ്. അപ്പൊ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് രാത്രി 2 മണി വരെ നമ്മൾ ഇത്രയും എനർജറ്റിക് ആയിട്ട് നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒന്നേ ഉള്ളൂ, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നവരെ, ലൈഫ് ഈസ് ഷോർട്ട്, മേക്ക് ഇറ്റ് സ്വീറ്റ്, ഡു നോട്ട് കീപ് ഓൾ ദി ഫ്ലവേഴ്സ് ഫോർ ഗ്രേവിയാർഡ്. കുഴിമാടത്തിലേക്ക് മാറ്റിവെക്കാനുള്ളതല്ല എല്ലാ പുഷ്പങ്ങളും, നമുക്ക് ഇവിടെ തന്നെ എൻജോയ് ചെയ്യാനുള്ളതാണ്. ആ എൻജോയ് ചെയ്യുന്ന ജീവിതം നമുക്ക്, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന കോടിക്കണക്കിന് ആളുകളിലേക്ക് ഒരു ആശാ കേന്ദ്രമായിട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ജീവിതത്തിൽ അതിനപ്പുറം വലിയ പവിത്രത, ഒരു പുണ്യം, നമ്മുടെ ലക്ഷ്യം എന്താണ് സുഹൃത്തുക്കളെ? ഇറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് രാത്രി എന്നില്ല പകലെന്നില്ല 24/7 ഞാൻ ഇതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നതും ഇതിനെ അത്രയധികം നെഞ്ചോട് ചേർത്ത് എത്രയധികം ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കണേ, അതിനുള്ള ആരോഗ്യവും ആയുസ്സും എനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാവും. ഇന്ന് വരെ എത്തിക്സിന് നിരക്കാത്തായിട്ട് ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പ്രോജക്റ്റിന്റെ അകത്ത് നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിച്ച് കയറാനുള്ള
അതിമനോഹരമായ ഒരു പ്രോജക്റ്റിന്റെ അകത്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നതിനുള്ള വളരെ അഭിമാന ഒരു പുരസരത്തോടുകൂടി ഈ പ്രോജക്റ്റിനെ നോക്കിക്കാണാനും അതനുസരിച്ച് ബാക്കി കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവുക. ഇത് നമ്മുടെ മാത്രമല്ല, ഈ സമൂഹത്തിൽ, ഈ ലോകത്തിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം ആളുകൾക്ക് അത്താണിയാവാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിയോഗമായി കാണുക. ആ നിയോഗം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഒരു നിമിഷം പോലും പാഴാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട്. സോ ഞാൻ എൻ്റെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിഡി. താങ്ക് യു സാർ. സാറിന്റെ ആ ഒരു എനർജി നമുക്ക് ആ വോയിസിൽ തന്നെ കേൾക്കാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളെല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിച്ചതിന് ശേഷം ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. ആ ടയർഡ്നെസ്സിലെ ചെറിയ ഒരു പെർസെൻറ്റേജ് പോലും അവിടെ കാണുന്നില്ല അല്ലെ. അത്രയും രാവിലെ നമുക്ക് നേരത്തെ എഴുന്നിട്ട് ഒരു 4 മണിക്ക് 5 മണിക്കൊക്കെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണോ ആ ഒരു ഫേസിൽ ആ ഫ്രഷ്നെസ്സും ആ എനർജി ക്രിയേറ്റ് ചെയ്യുമോ, ആ ഒരു എനർജി നമുക്ക് എത്ര മണിക്കാണെങ്കിലും സാറ് പറയുന്ന പോലെ 1 മണി 2 മണിക്കൊക്കെ നമുക്ക് പോസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അത്രയും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ഇന്ന് ആ ഒരു ആവേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. താങ്ക് യു സാർ. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്തതിന് സാറിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോണത് നമ്മുടെ ഇന്റർനാഷണൽ പ്രൊമോട്ടർ ആയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി മാൻ, ഈ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, നമ്മളെപ്പോഴും പറയൂലേ ഈ ഇരുട്ടത്തിരുന്ന് ആ ഒരു വെളിച്ചം കണ്ട ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ വെളിച്ചം കണ്ടവർക്കാണ് അതിന്റെ ഒരു രീതി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു മേഖലയിൽ കടന്നു വന്ന് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതൊരു സ്വന്തം ജീവിതത്തിൽ, അതായത് ഇതൊരു പാർട്ടായിട്ടോ ഒരു ജോലിയായിട്ടോ അങ്ങനെയുള്ള രീതിയിൽ ഇല്ല ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു തോട്ടിൽ മാത്രമല്ല, അതിന്റെ അപ്പുറം അതുക്ക് മേലെ എന്ന് നമ്മൾ പറയണത് പോലെ അതുക്ക് മേലെ ഇതിനെ ഒരു ആവേശമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തിന്റെ ഒപ്പം നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി മാൻ നമ്മുടെ സൂര്യ മലേഷ്യൻ സാറിനെ ഞാൻ ഹാർദവമായിട്ട് വെൽക്കം ചെയ്യാറുണ്ട്. സാർ പ്ലീസ് വെൽക്കം. യെസ്, താങ്ക് യു ഡിഡി സാർ. താങ്ക് യു. സാർ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്. വളരെ നല്ല രൂപത്തിൽ നമുക്ക് വളരെ നല്ല രൂപത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മുടെ അശോക് സാറ് എന്താണ് സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു. ഓക്കെ, ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? സംസാരിക്കുന്നില്ല. സ്മാർട്ടി ഷോപ്പ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ പ്രോഗ്രാമിൽ ഇന്ന് ആദ്യമായിട്ട് കയറിയ ആളുകൾ, അവര് ആദ്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നന്ദി പറയുക. കാരണം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഇത് കിട്ടിയിരിക്കുകയാണ്. പലപ്പോഴും ഈ പ്രോഗ്രാമിൽ കയറിയിരിക്കുന്ന ആളുകൾ പല വിധത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ കയറുകയും പല വിധത്തിലുള്ള കൺസെപ്റ്റ് കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്നൊന്നും ലൈഫിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് മാറി നിന്ന ആളുകൾ ഉണ്ടാവാം. ഇവിടെയാണ് നമ്മുടെ വിജയം, നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ കൈകളിലേക്ക് ദൈവം തമ്പുരാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്നത്. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കാതെ 100% വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ടൊന്ന് പഠിക്കുക. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കൈകളിൽ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെ ടോട്ടലി ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് എന്താവണമെന്നൊരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം.
പലതും ചെയ്തു, പലതും നഷ്ടപ്പെട്ടു, ഇനി ഇതും അതുപോലെ നഷ്ടപ്പെട്ടേക്കും എന്ന് ചിന്തിക്കാതെ എന്റെ ലൈഫിൽ എന്ത് നേടണമെന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരിക്കണം. ഈ പ്രോഗ്രാമിൽ വന്ന ഓരോരുത്തരും ഇന്ന് ചിന്തിക്കേണ്ടത് എന്റെ ലൈഫിൽ ഒരു മാറ്റം എനിക്കുണ്ടാവണം, വലിയൊരു മാറ്റം എനിക്കുണ്ടാവണം, വലിയ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് സാധിക്കണം. അതിനു വേണ്ടിയുള്ള തീവ്രമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാനും നിങ്ങളും ഇല്ലെങ്കിലും ഇത് വളർന്ന് പന്തലിക്കാൻ പോവുകയാണ്. ഇപ്പൊ നമുക്കറിയാം 4 ലക്ഷം കസ്റ്റമർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ഓരോ ദിവസവും ഓരോ